ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കാർബൺ രൂപാന്തരങ്ങൾ എന്ന ടോപ്പിക്കാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് കാർബൺ എന്താണെന്ന് നോക്കാം. പ്രപഞ്ചത്തിലെ ജീവൻ എന്ന അത്ഭുത പ്രതിഭാസത്തിൻ്റെ സുപ്രധാന ഘടക മൂലകമാണ് കാർബൺ. അപ്പോൾ നമുക്കറിയാം കാർബൺ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൂലകമാണ്. അതുപോലെ തന്നെ ആവർത്തന പട്ടികയിൽ 14 ഗ്രൂപ്പ് മൂലകമാണ് കാർബൺ എന്ന് പറയുന്നത്. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6ഉം മാസ് നമ്പർ 12.01 ആണ്. അപ്പം ആവർത്തന പട്ടികയിൽ 14 ഗ്രൂപ്പ് മൂലകമാണ് കാർബൺ എന്ന് പറയുന്നത്. അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6ആണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് 12.01 ആണ്. കാർബണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 2, 4 ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗികവശിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും സംയോജകതയും 4 ആണ്. പിന്നെ കാർബൺ പ്രധാനമായും 3 ഐസോട്ടോപ്പായിട്ടാണ് കാണപ്പെടുന്നത്. കാർബൺ 12, കാർബൺ 13, റേഡിയോ ആക്റ്റീവായ കാർബൺ 14 എന്നിവയാണ്. സ്വന്തമായിട്ടും മറ്റു മൂലകങ്ങളുമായി ചേർന്ന് വിവിധ സംയുക്തങ്ങളായി മാറാനുള്ളൊരു കഴിവ് കാർബണിനുണ്ട്. അതാണ് കാർബണിലെ മറ്റു മൂലകങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. അപ്പോൾ നമ്മളൊരു ഇൻട്രോ പോലെ പറഞ്ഞു, പ്രപഞ്ചത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മൂലകമാണ് കാർബൺ എന്ന് പറയുന്നത്. ആവർത്തന പട്ടികയിൽ 14 ഗ്രൂപ്പ് മൂലകമാണ് കാർബൺ എന്ന് പറയുന്നത്. അറ്റോമിക് നമ്പർ 6ഉം മാസ് നമ്പർ 12.01 ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 2, 4 ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗികവശിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും സംയോജകതയും 4 ആണ്. പിന്നെ കാർബൺ പ്രധാനമായും 3 ഐസോട്ടോപ്പായിട്ടാണ് കാണപ്പെടുന്നത്. കാർബൺ 12, കാർബൺ 13, റേഡിയോ ആക്റ്റീവായ കാർബൺ 14 എന്നിവയാണ് അത്. പിന്നെ സ്വന്തമായിട്ട് മറ്റു മൂലകങ്ങളുമായി ചേർന്ന് വിവിധ സംയുക്തങ്ങളായി മാറാനുള്ള കാർബണിൻ്റെ കഴിവാണ് കാർബണിനെ മറ്റു മൂലകങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന കാർബൺ രൂപാന്തരങ്ങൾ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കറിയാം, ഒരേ രാസഗുണത്തോടും വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോട് കൂടിയ ഒരു മൂലകത്തിന് തന്നെ വിവിധ രൂപങ്ങളെ രൂപാന്തരങ്ങളെന്നും ഈ പ്രതിഭാസത്തെ രൂപാന്തരത്വമെന്നും പറയുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. വജ്രം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുവാണ്, ഭയങ്കര കാഠിന്യമുള്ളൊരു കാർബണിൻ്റെ രൂപാന്തരമാണ്. അതേസമയം ഗ്രാഫൈറ്റ് എന്ന് പറയുമ്പോൾ മൃദുവായിട്ടുള്ള കാർബണിൻ്റെ രൂപാന്തരമാണ്. അപ്പോൾ നമുക്കറിയാം, വജ്രം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര കട്ടിയാണ്, ഭയങ്കര കാഠിന്യമാണ്. അപ്പോൾ നമുക്ക് മുറിക്കാനൊക്കെ ഭയങ്കര പാടാണ്. അതേസമയം പെനിസിലിൻ്റെ മോന എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ഇല്ലേ, അപ്പോൾ അത് നമുക്ക് ഒടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, അതിൽ രണ്ടിലും വജ്രത്തിലും ഗ്രാഫൈറ്റിലും കാർബൺ തന്നെയാണുള്ളത്. പക്ഷെ വ്യത്യസ്ത രൂപങ്ങളിലാണെങ്കിൽ ഭൗതിക ഗുണങ്ങളാണ് അതിനുള്ളത്. അപ്പം ഒരേ രാസഗുണത്തോടും വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോടും കൂടിയ ഒരു മൂലത്തിൻ്റെ വിവിധ രൂപങ്ങളെ നമ്മൾ പറയും രൂപാന്തരങ്ങളെന്നും ആ പ്രതിഭാസത്തെ നമ്മൾ രൂപാന്തരത്വം എന്നും പറയും. അപ്പോൾ വജ്രവും ഗ്രാഫൈറ്റൊക്കെ കാർബണിൻ്റെ വ്യത്യസ്ത രൂപാന്തരങ്ങളാണ്. അപ്പം കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറി, ഗ്രാഫീൻ മുതലായവ. കാർബണിൻ്റെ ക്രിസ്റ്റലാകൃതി അല്ലാത്ത രൂപാന്തരങ്ങൾ കോക്ക്, കൽക്കരി, മരക്കരി, എല്ലുകരി എന്നിവ എന്നും പറയുന്നു. അപ്പോൾ കാർബണിന് 2 രൂപാന്തരങ്ങളാണുള്ളത്. ക്രിസ്റ്റലാകൃതിയിലുള്ള രൂപാന്തരങ്ങളും ക്രിസ്റ്റലാകൃതി ഇല്ലാത്ത രൂപാന്തരങ്ങളും. അപ്പോൾ ക്രിസ്റ്റലാകൃതിയിലുള്ള രൂപാന്തരങ്ങൾക്ക് എക്സാമ്പിൾ എന്തൊക്കെയാണ്? വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറി, ഗ്രാഫീനും. ക്രിസ്റ്റലാകൃതി ഇല്ലാത്ത രൂപാന്തരങ്ങൾ എന്തൊക്കെയാണ്? കോക്ക്, കൽക്കരി, മരക്കരി, എല്ലുകരി തുടങ്ങിയവയൊക്കെയാണ്. അപ്പോൾ ഇതാണ് രൂപാന്തരങ്ങളെന്ന് പറയുന്നത്. ഇതാണ് ഈ ഫ്ലോ ചാർട്ട് നോക്കിയേ. കാർബണിൻ്റെ ക്രിസ്റ്റലാകൃതിയിൽ ഉള്ള രൂപാന്തരങ്ങൾ അല്ലെങ്കിൽ ക്രിസ്റ്റലാകൃതി രൂപാന്തരങ്ങൾ എന്ത് പറയും? ക്രിസ്റ്റലൈൻ കാർബൺ എന്നും. ക്രിസ്റ്റലാകൃതിയിൽ അല്ലാത്ത രൂപാന്തരങ്ങൾ നമ്മൾ എന്തോ പറയും? അമോർഫസ് കാർബൺ എന്ന് പറയും. ക്രിസ്റ്റലൈൻ കാർബൺ നമുക്ക് എന്തായിട്ട് അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറി, ഗ്രാഫീൻ. അമോർഫസ് കാർബൺ എക്സാമ്പിൾ എന്തൊക്കെയാണ്? കോക്ക്, കൽക്കരി, മരക്കരി എന്നിവയൊക്കെയാണ്. ഇതാണ് അതിൻ്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വജ്രമാണ്. വജ്രം എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വജ്രത്തിൻ്റെ പടം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഡയമണ്ട് ക്യൂബിക് ക്രിസ്റ്റൽ ഘടനയിൽ ആറ്റം ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ ഖരരൂപങ്ങളാണ് വജ്രങ്ങൾ. അപ്പം നമുക്കറിയാം ഡയമണ്ട് ക്യൂബിക് ക്രിസ്റ്റൽ ഘടനയിൽ ആറ്റം ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ ഖരരൂപങ്ങളെ നമ്മൾ പറയും? വജ്രങ്ങളെന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ വജ്രത്തിൽ ഒരു കാർബണിന് ചുറ്റും 4 കാർബണുകൾ കോവാലന്റ് ബോണ്ടുകളായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതാണ് വജ്രത്തിൻ്റെ കാഠിന്യത്തിന് കാരണം. അപ്പോൾ ഈ സൈഡിൽ വജ്രത്തിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രക്ചർ നിങ്ങൾ കണ്ടോ? സെൻട്രലിൽ ഒരു കാർബണും ഉണ്ട്, സൈഡിൽ 4 കാർബൺ ആറ്റം ആ സെൻട്രലുള്ള കാർബൺ ആറ്റത്തെ ചുറ്റും കോവാലന്റ് ബോണ്ടുകളായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് വജ്രത്തിൽ ഇത്ര കാഠിന്യം അല്ലെങ്കിൽ ഇത്ര കാഠിന്യം ഉള്ളതിന് കാരണം. ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തതിനാൽ വജ്രം വൈദ്യുതിയെ ഒട്ടും തന്നെ കടത്തിവിടുന്നില്ല. അപ്പം വജ്രത്തിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഒന്നുമില്ല. അതുകൊണ്ട് വജ്രം വൈദ്യുതിയെ ഒട്ടും തന്നെ കടത്തിവിടുന്നില്ല. അപ്പം ഇതാണ് വജ്രത്തെ പറ്റി പറയുന്നത്. വജ്രത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? കാഠിന്യം വളരെ കൂടുതലാണ്, സുതാര്യമാണ്. സുതാര്യം എന്ന് പറയുമ്പോൾ പ്രകാശത്തെ കടത്തിവിടുന്നുണ്ട്.
വൈദ്യുതചാലകമല്ലാത്തതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു, എന്തോ ക്രിസ്റ്റൽ ഘടനയിൽ എന്തോ സ്വതന്ത്ര ഇലക്ട്രോണുകളൊന്നുമില്ല. അതുകൊണ്ടാണ് എന്താണ് അത് വൈദ്യുതിയെ ഒട്ടും തന്നെ കടത്തി വിടുന്നില്ല. പിന്നെ ഉയർന്ന താപചാലകതയാണ്, താപത്തെ ഒരുപാട് നല്ലോണം കടത്തി വിടുന്നുണ്ട്. ഉയർന്ന അപവർത്തനാനാഗമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്തോ വജ്രത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി വജ്രത്തിന് ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം. ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു, ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്നു. ഇത് രണ്ടുമാണ് എന്താ വജ്രത്തിൻ്റെ ഉപയോഗങ്ങളെന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന വജ്രത്തെ താപചാലകതയെ പറ്റിയാണ്. കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമായ വജ്രം മികച്ച താപചാലകം കൂടിയാണ്. അപ്പം വജ്രത്തിലെ ശക്തിയുള്ള സഹസംയോജക രാസബന്ധനമാണ് ഇത് നിദാനം. അപ്പം നമ്മൾ പറഞ്ഞു ഒരു കാർബണിന് ചുറ്റും എത്ര 4 കാർബണുകളായിട്ട് എന്തുവാണ് കോവാലന്റ് ബോണ്ടുകളായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ സഹസംയോജക രാസബന്ധനമാണ് എന്താ വജ്രത്തിൽ ഇത്ര കാഠിന്യം മികച്ച താപചാലകം കൊടുക്കാനുള്ള കാരണം എന്തുവാണ് ഈ സഹസംയോജക ബന്ധനമാണ്. ചെമ്പിനെ അപേക്ഷിച്ച് 5 മടങ്ങോളം ഉയർന്നതാണ് വജ്രത്തിൻ്റെ താപചാലകം. അപ്പം ചെമ്പിനെ അപേക്ഷിച്ച് എന്താണ് 5 മടങ്ങോളം ഉയർന്നതാണ് എന്തോ വജ്രത്തിൻ്റെ താപചാലകത എന്ന് പറയുന്നത്. വജ്രം വ്യാജമാണോ എന്ന് നിർണ്ണയിക്കാൻ ഈ താപചാലകം, ഈ വജ്രം വ്യാജമാണോ എന്ന് നിർണ്ണയിക്കാൻ എന്തോ ഈ താപചാലകത ഉപയോഗിച്ച് നമുക്ക് പറ്റും. അപ്പം ഇതാണ് വജ്രത്തിൻ്റെ താപചാലകതയെ പറ്റി പറയാനുള്ളത്. ഇനി നിറമുള്ള വജ്രങ്ങൾ. രാസപരമായും ഘടനാപരമായും ശുദ്ധിയുള്ള വജ്രം സുതാര്യവും നിറമില്ലാത്തതുമായിരിക്കും. അപ്പം വജ്രം എന്ന് പറയുന്നത് എന്തുവാണ് സുതാര്യം എന്ന് വെച്ചാൽ പ്രകാശത്തെ കടത്തിവിടുന്നുണ്ട്, നിറമില്ലാത്തതും ആയിരിക്കും. എന്നാൽ ചില മൂലകങ്ങളുടെ സാന്നിധ്യം എന്തുവാ വജ്രത്തിന് നിറം പകരുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ബോറോണിന്റെ സാന്നിധ്യം എന്തോ വജ്രത്തിന് നീല നിറവും നൈട്രജന്റെ സാന്നിധ്യം എന്തോ മഞ്ഞ നിറവും നൽകുന്നുണ്ട്. പിന്നെന്തോ വജ്രത്തിന് അപവർത്തനാനാഗം വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ പറഞ്ഞു എന്തുവാണ് വജ്രത്തിന് നിറമൊന്നുമില്ല, പക്ഷെ ചില മൂലകങ്ങളുടെ സാന്നിധ്യം എന്തോ വജ്രത്തിന് നിറം പകരുന്നുണ്ട്. ബോറോണിന്റെ സാന്നിധ്യം എന്തുവാ നീല നിറവും നൈട്രജന്റെ സാന്നിധ്യം എന്തോ മഞ്ഞ നിറവും നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വജ്രം ഒരു പ്രത്യേക ആകൃതിയിൽ മുറിച്ചെടുത്താൽ എന്തോ അതിനുള്ളിൽ എന്തോ പ്രകാശകിരണങ്ങൾ കടക്കും. അത് പൂർണ്ണാന്തര പ്രതിഫലത്തിന് വിധേയമായ എന്തോ അവയിലെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്നുണ്ട്. ഇതാണ് വജ്രത്തിന്റെ ആകർഷതയ്ക്ക് കാരണം. അപ്പം എന്തുവാണ് വജ്രം ചില പ്രത്യേക ആകൃതിയിൽ മുറിച്ചെടുക്കുമ്പോൾ എന്ത് ചെയ്യും അതിൻ്റെ പ്രകാശകിരണങ്ങൾ ഇങ്ങനെ കടക്കും. അപ്പോൾ എന്ത് ചെയ്യും അത് പൂർണ്ണാന്തര പ്രതിഫലത്തിന് വിധേയമായിട്ട് എന്ത് ചെയ്യും അത് പല ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുന്നുണ്ട്. ഇതാണെന്തോ വജ്രത്തിന്റെ ആകർഷണീയതയ്ക്ക് കാരണം. അപ്പം നമ്മൾ വജ്രത്തെ പറ്റി ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തും. എന്തൊക്കെ നമ്മൾ പറഞ്ഞു വജ്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാഠിന്യമുള്ളൊരു കാർബണിന്റെ രൂപാന്തരമാണ്. പിന്നെ വജ്രത്തിൽ എന്തോ ഒരു കാർബണിന് ചുറ്റും 4 കാർബണുകൾ എന്തോ കോവാലന്റ് ബോണ്ടുകളായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതാണ് വജ്രത്തിന്റെ കാഠിന്യത്തിന് കാരണമെന്ന് പറഞ്ഞു. പിന്നെ വജ്രത്തിൽ എന്തുവാണ് സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തതിന് അത് വൈദ്യുതി ഒട്ടും തന്നെ കടത്തി വരുന്നില്ല. പിന്നെ അതിന്റെ സവിശേഷതകൾ പറഞ്ഞു. കാഠിന്യം വളരെ കൂടുതലാണ്, സുതാര്യമാണ്, വൈദ്യുതചാലകമല്ല, ഉയർന്ന താപചാലകതയുണ്ട്, ഉയർന്ന അപവർത്തനാഗമുണ്ട്. പിന്നെ എന്തുവാണ് വജ്രത്തിൽ ഉപയോഗങ്ങളെന്ന് വെച്ചാൽ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു, ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ താപചാലകതയെ പറ്റി പറഞ്ഞു. അവിടുത്തെ എന്തോ സഹസംയോജക രാസബന്ധനമാണ് എന്തോ വജ്രത്തിന് ഉയർന്ന താപചാലകത ഉണ്ടാകാനുള്ള കാരണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ നിറമുള്ള വജ്രങ്ങളെ പറ്റി പറഞ്ഞു. എന്തുവാണ് വജ്രം എന്ന് പറയുന്നത് എന്താ സുതാര്യവും നിറമില്ലാത്തതുമായിരിക്കും, പക്ഷേ ചില മൂലങ്ങളുടെ സാന്നിധ്യം എന്തോ വജ്രത്തിന് നിറം പകരുന്നുണ്ട്. ബോറോണിന്റെ സാന്നിധ്യം നീല നിറവും നൈട്രജന്റെ സാന്നിധ്യം മഞ്ഞ നിറവും നൽകുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ വജ്രം ഒരു പ്രത്യേക ആകൃതിയെ മുറിച്ചെടുത്താൽ എന്തോ ചെയ്യും പ്രകാശകിരണങ്ങൾ എന്തോ അതിലോട്ട് കടക്കും. അപ്പോൾ എന്ത് ചെയ്യും അത് പൂർണ്ണാന്തര പ്രതിഫലത്തിന് വിധേയമായി എന്തോ പല ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്നു. ഇതാണ് വജ്രത്തിന് ആകർഷണയ്ക്ക് കാരണം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ഗ്രാഫൈറ്റിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. കാർബണിന്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലൈൻ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. അപ്പം നമ്മൾ നേരത്തെ പറയാം വജ്രം എന്ന് വെച്ചാൽ ഭയങ്കര കാഠിന്യമുള്ള രൂപാന്തരമാണ്, എന്നാൽ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് മൃദുവായ രൂപാന്തരമാണ്. ഈ പെൻസിലിന്റെ മുനയൊക്കെ എന്തുവാ ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റിൽ ഓരോ കാർബണിന് ചുറ്റിലുമുള്ള 3 കാർബൺ ആറ്റങ്ങളുമായി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട് പാളികളായാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ സൈഡിൽ ആ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു കാർബണിന് ചുറ്റും എത്ര 3 കാർബണുമായിട്ട് എന്താ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട് പാളിയായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഓരോ പാളിയും ഷഡ്ഭുജങ്ങളാൽ നിർമ്മിതമാണ്. അപ്പം അതിൻ്റെ ഓരോ പാളിയും എന്തോ ഷഡ്ഭുജങ്ങളാൽ നിർമ്മിതമാണ്. പാളികൾക്കിടയിൽ എന്തോ സഹസംയോജക ബന്ധനം ഇല്ല. ദുർബലമായ വാണ്ടവൾ ഭൗതിക ബലങ്ങളാണ് പാളികൾക്കിടയിൽ ഉള്ളത്. അതിനാൽ പാളികൾ പരസ്പരം തെന്നി മാറാൻ കഴിയും. അപ്പോൾ എന്തോ വാണ്ടർവാൾസ് ഭൗതിക ബലമാണ് എന്തുവാണ് ഈ പാളികൾക്കിടയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ പാളികൾ എന്തോ പരസ്പരം തെന്നി മാറാനുള്ള ഒരു കഴിവുണ്ട്. പിന്നെ നമുക്കറിയാം ഈ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടാത്ത ഇലക്ട്രോണുകൾ സാന്നിധ്യം എന്തുവാ ഗ്രാഫൈറ്റിനെ വൈദ്യുതചാലമാക്കി മാറ്റുന്നു. അപ്പോൾ എന്തുവാണ് ഗ്രാഫൈറ്റിൽ എന്തുവാണ് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടാത്ത ഇലക്ട്രോണുകൾ സാന്നിധ്യം എന്തുവാ ഗ്രാഫൈറ്റിനെ എന്തോ ചാലകമാക്കി മാറ്റുന്നു. ഇനി ഗ്രാഫൈറ്റിന്റെ സവിശേഷതകളിലോട്ട് പോകാം. ബാഷ്പീകരണശീലമില്ല,
മൃദുവും തെന്നി മാറുന്നതുമാണ്. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് സഹസംയോജക ബന്ധനം എന്തുവാണ് അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് എന്തുവാണ് അത് പാളിയായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്തുവാണ് ഈ പാളികൾക്കിടയിൽ എന്തുവാ സഹസംയോജക ബന്ധനമില്ല. അതുകൊണ്ടാണ് എന്തുവാ എന്തുവാ തെന്നി മാറുന്നത്. അങ്ങനെ ചാരനിറമുണ്ട്, വൈദ്യുതചാലകമാണ്. ഇനി ഗ്രാഫൈറ്റിന് ഉപയോഗങ്ങൾ നോക്കാം. പെൻസിലെറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു, ഡ്രൈസിലിൽ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു, ഖരാവസിലുള്ള സ്നേഹവുമായിട്ട് എന്തുവാണ് ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത മൂന്നാമത്തെ പഠിക്കാൻ പോകുന്നത് ഫുള്ളറിനാണ്. ഫുള്ളറിൻ്റെ സ്ട്രക്ചർ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കാർബണിൻ്റെ മറ്റൊരു രൂപാന്തരമാണ് ഫുള്ളറിൻ എന്ന് പറയുന്നത്. അപ്പോൾ കാർബണിൻ്റെ വേറൊരു രൂപാന്തരമാണ് എന്തോ ഫുള്ളറിൻ എന്ന് പറയുന്നത്. പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമാണ് ഫുള്ളറിനുകൾക്കുള്ളത്. അപ്പം ഷഡ്ഭുജ ആകൃതിയും പഞ്ചഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ, അതായത് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് പിക്ചർ, ഗോളീയ രൂപമാണ് ഫുള്ളറിനുകൾക്കുള്ളത്. അവയെ എന്തോ ബൾക്കി ബോൾസ് എന്നും വിളിക്കപ്പെടുന്നു. സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിനുകളാണ് കാർബൺ നാനോ ട്യൂബുകളായി ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ എന്തുവാണ് ഷഡ്ഭുജ ആകൃതിയും എന്തുവാണ് പഞ്ചഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപങ്ങളെ നമ്മൾ എന്താ പറയുക ബക്കി ബോൾസ് എന്നും, സിലിണ്ടർ ആകൃതിയിലുള്ള രൂപങ്ങളെ നമ്മൾ എന്താ പറയുക കാർബൺ നാനോ ട്യൂബുകളായിട്ട് ഉപയോഗിക്കുന്നു. ഇവയെ ബക്കി ട്യൂബ്സ് എന്നും വിളിക്കുന്നു. വിവരവിനിമയ സാങ്കേതിക വിദ്യയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ എന്തോ ഇവയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുള്ളറൈൻസിന് എന്തുവാണ് വിവരവിനിമയ സാങ്കേതിക വിദ്യയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ എന്തോ ഫുള്ളറൈൻസിന് കഴിഞ്ഞിട്ടുണ്ട്. നാലാമതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ഗ്രാഫീനെ പറ്റിയാണ്. ഗ്രാഫീനിലോട്ട് പോകാം. ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളിയാണ് ഗ്രാഫീൻ എന്ന് പറയുന്നത്. അപ്പം ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളിയെ നമ്മൾ എന്തോ പറയാം ഗ്രാഫീൻ എന്ന് പറയാം. ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റാണ് ഗ്രാഫീൻ എന്ന് പറയുന്നത്. അപ്പം ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് എന്തുവാണ് ഗ്രാഫീനാണ്. നാനോ ടെക്നോളജി രംഗത്ത് വൻ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുന്ന പദാർത്ഥമാണിത് ഗ്രാഫീൻ എന്ന് പറയും. അപ്പം നാനോ ടെക്നോളജി രംഗത്ത് വൻ വിപ്ലവം ഉണ്ടാക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗ്രാഫീന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്രാഫീൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് എന്തോ ബലമുണ്ട്. അപ്പം നമ്മൾ സ്റ്റീലിനെക്കാൾ എന്താണ് ഒരു ഏകദേശം 200 മടങ്ങ് ബലം എന്തുകൊണ്ട് ഗ്രാഫീനുണ്ട്. അതുപോലെ താപത്തിൻ്റെ വൈദ്യുതിയുടെ ചാലകമാണ്. അപ്പം ഈ ഗ്രാഫീൻ എന്ന് പറയുന്നത് താപത്തെയും വൈദ്യുതിയൊക്കെ കടത്തിവിടാൻ പറ്റുന്നുണ്ട് ഗ്രാഫീന്. അപ്പം ഇതാണ് ഗ്രാഫീനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ പഠിക്കും. അപ്പം നമ്മൾ ഇത്രയും നേരം കണ്ടത് ആരെ ക്രിസ്റ്റലൈൻ കാർബണാണ്. ഇനി നമ്മൾ അമോർഫസ് കാർബണിലോട്ട് പോകാം. ക്രിസ്റ്റലാകൃതി അല്ലാത്ത കാർബൺ രൂപാന്തരങ്ങൾ എന്ന് പറയുന്നത് അമോർഫസ് കാർബൺ എന്ന് പറയുന്നു. കോക്ക്, കൽക്കരി, മരക്കരി, എല്ലുകരി തുടങ്ങിയവയൊക്കെ എന്താണ് ക്രിസ്റ്റലാകൃതി അല്ലാത്ത കാർബൺ രൂപാന്തരങ്ങളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. കൽക്കരി 1300 ഡിഗ്രി സെൽഷ്യസ് വിനാശകരമായ വാറ്റിയെടുക്കലിന് വിധേയമാക്കുമ്പോൾ ദ്രാവകങ്ങളുടെ വാതകങ്ങളുടെ ഒരു മിശ്രം പുറത്തു വരുന്നു. അതിനി പറയുന്ന ഉൽപ്പന്നങ്ങളായി വേർതിരിയുന്നു. വാതക ഉൽപ്പന്നങ്ങൾ അതായത് കൽക്കരി, വാതക ദ്രാവക ഉൽപ്പന്നം അതായത് അമോണിയക്കൽ മദ്യം, കൽക്കരി ടാർ മുതലായവ. അപ്പം നമ്മൾ എന്തോ പറയുന്നത് ഈ കൽക്കരി 1300 ഡിഗ്രി സെൽഷ്യസ് എന്തുവാണ് ഒരു വിനാശകരമായ വാറ്റിയെടുക്കലിന് വിധേയമാക്കുമ്പോൾ എന്തും ഒരു ദ്രാവകങ്ങളുടെ വാതകങ്ങളുടെ ഒരു മിശ്രിതം എന്ത് പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയായിട്ട് മാറും? വാതക ഉൽപ്പന്നമായ കൽക്കരിയും വാതക ദ്രാവക ഉൽപ്പന്നമായ അമോണിയക്കൽ മദ്യവും ഇങ്ങനെയൊക്കെയായിട്ട് മാറുന്നുണ്ട്. പിന്നെ കൽക്കരി ടാർ മുതലായവയായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ കിട്ടുന്നൊരു അവശിഷ്ടമാണ് എന്തോ കോക്ക് എന്ന് പറയുന്നത്. കോക്ക് പ്രധാനമായി 2 തരത്തിലാണുള്ളത്. ഹാർഡ് കോക്കും ഉണ്ട്, സോഫ്റ്റ് കോക്കും ഉണ്ട്. ഹാർഡ് കോക്ക് എന്ന് പറയുന്നത് ഇത് മെറ്റലർജിക്കൽ ചൂളകളിലോ മറ്റ് വ്യവസായ ചൂളകളിലോ ഉപയോഗിക്കുന്ന ഒരു നേരിയ തിളക്കമുള്ള പദാർത്ഥമാണ് എന്ത് ഹാർഡ് കോക്ക് എന്ന് പറയുന്നത്. അപ്പം മെറ്റലർജിക്കൽ ചൂളകളിലോ അല്ലെങ്കിൽ മറ്റ് വ്യാവസായിക ചൂളകളിലോ ഉപയോഗിക്കുന്ന ഒരു നേരിയ തിളക്കമുള്ള പദാർത്ഥമാണ് എന്ത് ഹാർഡ് കോക്ക് എന്ന് പറയുന്നത്. സോഫ്റ്റ് കോക്ക് എന്ന് പറയുന്നത് എന്തുവാ കറുത്തതും സുഷിരങ്ങളുള്ള ഒരു പദാർത്ഥം. അപ്പം കറുത്തതും പിന്നെ സുഷിരങ്ങളുള്ള ഒരു പദാർത്ഥമാണ് എന്ത് സോഫ്റ്റ് കോക്ക് എന്ന് പറയുന്നത്. ഇതെന്തുവാണ് കത്തിക്കുന്നത് ഭയങ്കര പ്രയാസമാണ് കത്തിക്കാൻ. പിന്നെ എന്തോ വീട്ടുപകരണങ്ങൾ എന്തോ ഇത് ഉപയോഗിക്കുന്നത്. അപ്പം എന്താണ് നമ്മൾ കോക്കിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തോ പറഞ്ഞത് ഹാർഡ് കോക്ക് എന്ന് പറഞ്ഞു, സോഫ്റ്റ് കോക്ക് എന്നും പറഞ്ഞു. അപ്പോൾ ഹാർഡ് കോക്ക് എന്ന് പറയുന്നത് എന്തോ മെറ്റലർജിക്കൽ ചൂളകളിലോ മറ്റ് വ്യവസായ ചൂളകളിലോ ഉപയോഗിക്കുന്ന നേരിയ തിളക്കമുള്ള പദാർത്ഥമാണ്. സോഫ്റ്റ് കോക്ക് എന്ന് പറയുന്നത് എന്തുവാ കറുത്തതും സുഷിരങ്ങളുള്ള പദാർത്ഥമാണ്. അതുപോലെ തന്നെ ഇത് കത്തിക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് വീട്ടുപകരണങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി കോക്കിൻ്റെ ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം. പുകയില്ലാത്ത ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ്, കൃത്രിമ ഗ്രാഫൈറ്റ് എന്നിവയുടെ നിർമ്മാണത്തിലും ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ കൽക്കരിയിലോട്ട് പോകാം.
കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ചില സാന്ദ്ര കാർബൺ എന്നീ സംയുക്തങ്ങളുടെ മിശ്രിതമാണ് കൽക്കരി എന്ന് പറയുന്നത്. അപ്പം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ചില സാന്ദ്ര കാർബൺ എന്നീ സംയുക്തങ്ങളുടെ മിശ്രിതമാണ് കൽക്കരി എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിനിടയിൽ കാർബണൈസേഷൻ വഴി രൂപം കൊള്ളുന്ന പച്ചക്കറി ഉത്ഭവത്തിന്റെ കറുത്ത പദാർത്ഥത്തെ കൽക്കരി എന്ന് പറയും. ഭൂമിയുടെ ഉപരിതലങ്ങളിൽ കാർബണൈസേഷൻ വഴി രൂപം കൊള്ളുന്ന പച്ചക്കറി ഉത്ഭവത്തിന്റെ കറുത്ത പദാർത്ഥത്തെ നമ്മൾ എന്താ പറയും? കൽക്കരി എന്ന് പറയുന്നു. കൽക്കരിയുടെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് വലിയ ഫാക്ടറികളിലും താപവൈദ്യുത നിലയങ്ങളും ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. വലിയ ഫാക്ടറികളിലും താപവൈദ്യുത നിലയങ്ങളിലും ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. വിനാശകരമായ വാറ്റിയെടുക്കൽ, ഇത് ആഭ്യന്തര വ്യാവസായിക ആവശ്യങ്ങൾ ഉപയോഗിക്കുന്ന കോക്ക്, കൽക്കരി ടാർ, അമോണിയ മർദ്ദം, കൽക്കരി വാതകം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നൽകുന്നുണ്ട്. അപ്പം വിനാശകരമായ വാറ്റിയെടുക്കലിന് വിധേയമാക്കുമ്പോൾ ഇതെന്തു ചെയ്യും? ആഭ്യന്തര വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കോക്ക്, കൽക്കരി ടാർ, അമോണിയ മർദ്ദം, കൽക്കരി വാതകം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യം പറഞ്ഞത് കാർബണിനെ പറ്റി ഡിസ്കസ് ചെയ്തു. എന്താണ് കാർബൺ രൂപാന്തരത്വം എന്ന് പറഞ്ഞു. ക്രിസ്റ്റലൈൻ കാർബണിനെ പറ്റി പറഞ്ഞു. ക്രിസ്റ്റലൈൻ കാർബണിലെ വജ്രത്തെ പറ്റി പറഞ്ഞു. ഗ്രാഫൈറ്റിനെ പറ്റി പറഞ്ഞു. ഫുള്ളറിനെ പറ്റി പറഞ്ഞു. ഗ്രാഫിനെ പറ്റി പറഞ്ഞു. പിന്നെ അമോർഫസ് കാർബണിലോട്ട് പോയി. അവിടെ നമ്മൾ കോക്കിനെ പറ്റി പറഞ്ഞു. കൽക്കരിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇത്രയാണ് ഞാനിന്ന് എടുക്കാൻ ഉദ്ദേശിച്ച ടോപ്പിക് എന്ന് പറയുന്നത്. താങ്ക് യു.